അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ അടുത്ത് നാളെ ഒരു ടീച്ചർ മരണപ്പെട്ടപ്പോൾ അവളുടെ ശവത്തിൽ നിന്നിട്ട് ഓരോ അവയവത്തെ വേറെ വേറെ ഹോസ്പിറ്റലിലേക്ക് ദാനം ചെയ്തതായിട്ട്, അത് വലിയൊരു പ്രശംസനീയമായ ഒരു കാര്യമായിട്ട് നാളെ സോഷ്യൽ മീഡിയത്തിലെല്ലാം പ്രചരിപ്പിച്ചത് കണ്ടെത്തും. അപ്പോൾ ഇത് കണ്ടപ്പോൾ പല ആൾമാരും മനസ്സിൽ ഞങ്ങൾ അതുപോലെ ദാനാക്കിയെങ്കിൽ ഞങ്ങൾക്കും അത് കൂലി കിട്ടല്ലേ ചില ഒരു ചോദ്യമായിട്ട് ഒരാൾ മരണപ്പെടുന്ന മുന്നലും ഞാൻ മരണപ്പെട്ടിട്ടായെങ്കിൽ എൻ്റെ കണ്ണ്, എൻ്റെ ഹാർട്ട്, എൻ്റെ ലിവർ, അതുപോലെ മറ്റുള്ള എല്ലാ അവയവങ്ങൾ ಬೇರೆ ಉಪಕಾರ കിട്ടട്ടെ എന്ന നിലക്ക് ദാനാക്കടെ, കുടുംബത്തിൽ വസിയത്താക്കടെ അത് ദാനാക്കണമുണ്ട്. ഇത് തീർവാണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യരെ അവയവത്തിന് വളരെയധികം വില കൽപ്പിച്ച ഒരു ദീനായിട്ട് വലാ തുൽക്കൂ ബി ഐദീക്കും ഇല തഹ്ലുക്കാൻ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ചൊല്ല. നിങ്ങളെ അവയവത്തെ അഥവാ നിങ്ങളെ നഫ്സിലെ, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ട് കളയോ തീരാണ്ട്. നിങ്ങൾക്ക് നാളെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായിട്ട് തന്നതായ ഒരു വസ്തുവായിട്ട് അത് സൂക്ഷിക്കൽ നമുക്ക് കടമയായിട്ട് നാളെ ഓരോ പാർട്സിലെയും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ആ പാർട്സിലെ ഞങ്ങളെ ബാഡ് ഹാബിറ്റ് കൊണ്ടു ഞങ്ങൾ നശിപ്പിക്കരുത്, കടുത്ത ഹറാമായിട്ട്. ചില ആൾമാർ കള്ള് കുടിച്ചിട്ട് അങ്ങനെ കിഡ്നിയാ ലിവറാ നശിപ്പിക്കിടാറ്. കള്ള് കുടിക്കൽ ഹറാം, അതോടുകൂടെ ഇങ്ങനെ വെനുമൻ്റെ ഈ അവയവത്തെ നശിപ്പിക്കലും ഹറാമായിരിക്കും. ചില സന്ദർഭത്തിൽ ഡോക്ടർമാർ ചൊല്ലാറ്, നീ ഇന്നാളിന്നത് കുടിക്കോത്തീര, അല്ലെങ്കിൽ നീ ഇന്നാളിന്നത് നീ ബീഡി വലിക്കോത്തീര, സിഗരറ്റ് വലിക്കോത്തീര, നിൻ്റെ ലിവർക്ക് ഹാനി ഉണ്ടാവുള്ളൂ, ഹാർട്ടിക്ക് ഹാനി ഉണ്ടാവുള്ളൂ ചെന്നെങ്കിൽ അതിൽ അവർക്ക് ആ സിഗരറ്റ് വലിക്കുക ഹറാമായിരിക്കും ചിലപ്പോൾ. കാരണം ഞങ്ങളെ ശരീരത്തെ അവയവത്തെ ഞങ്ങളെ കയ്യാലെ നശിപ്പിക്കുന്നത് വലിയ എന്തായിരിക്കും ദോഷത്ത് കാരണമാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരു സാധാരണ ഒരു മനുഷ്യരെ ഹയാത്ത് കാലത്തിൽ അവൻ്റെ അവയവത്തെ അവൻ നശിപ്പിക്കുകയോ തീര, അഥവാ അതിനെ ഇന്നർത്തൊക്കെ ദാനാക്കുകയോ തീര എങ്കിൽ മരിച്ചാൽ ബാക്കി റങ്ക്, അതായത് അവിടെ ഉള്ളതായ മുസ്ലിമീങ്ങൾക്ക് അവൻ്റെ അവയവത്തിൽ ആ മരിച്ചുപോയ മെയ്യത്തെ അവയവത്തെ ജാഗ്രതയാക്കലും അതൊക്കെ ഹാനി ഉണ്ടാക്കാത്ത പോലെ സൂക്ഷിക്കൽ അങ്ങനെ മേലത് ഫർള് കിഫായായിട്ട് വേണ്ട. അപ്പോൾ ആ മനുഷ്യ അങ്ങനെ വസിയത്താക്കിയെങ്കിലും ഞങ്ങൾക്ക് അവൻ്റെ അവയവത്തിൽ നിന്നിട്ട് ഒറ്റൊരു അവയവത്തെ നിലക്ക് മുറിച്ചെടുക്കൽ പാടില്ലാണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ വസിയത്താക്കുകയും തീരാ, ആ വസിയത്താക്കിയെങ്കിൽ അത് നിറവേറ്റുകയും തീരാം, നിങ്ങളെ അവയവത്തിൽ നിർത്തോ കൊടുക്കുകയോ തീരാം. വളരെ വ്യക്തമായിട്ട് ഫിഖ്ഹിന്റെ കിതാബിൽ കാണ്ട് ഫലാ യജൂസു നഖ്ലു നഹ്വി ഐനിൻ വ കുല്ലിയത്തിൻ മിൻ ഇൻസാനിൻ ഹയ്യിൻ ഇലാ ആഖറ. ഒരു ഹയാത്തുള്ള ഒരു മനുഷ്യരെ കണ്ണ, അല്ലെങ്കിൽ കിഡ്നിയ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിവറ ഇന്നത്തോ ട്രാൻസ്ഫർ ആക്കരുത്, അത് ഹറാമായിട്ട്. ഇന്ത്യ ചിലപ്പോൾ ആക്കണത് കാണ്ട് മാപ്പിലേക്ക് കിഡ്നി സമയമില്ല, അല്ലെങ്കിൽ ലിവർ സമയമില്ലാണ്ടെങ്കിൽ പെഞ്ഞായിട്ട് ഒരു കിഡ്നി എടുത്ത് കൊടുക്കുന്നതെല്ലാം വാടിക്ക ഉണ്ട്. അതെല്ലാം വളരെ ഗത്യന്തരം ഇല്ലാണ്ട് ആക്കുന്നതായിട്ട്, നിർബന്ധ ഘട്ടത്തിലായിട്ട്. അതൊന്നും ഇസ്ലാം പ്രോത്സാഹിക്കുന്ന കാര്യം എന്തല്ല. ഇന്നത്തെ ഒരു ജീവൻ കൊടുക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് അങ്ങനത്തെ ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടായിട്ട് അത് കൊടുക്കണേ, അല്ലാണ്ട് അതൊന്നും ഇസ്ലാം പ്രോത്സാഹിക്കില്ല. അപ്പോൾ മരിച്ചാൽ ഏതായാലും അങ്ങനെ ഇന്നത്തെ ദാനാക്കരുത്, ഇസ്ലാം കടുത്തായിട്ട് എതിർക്കരുത്. ഇനി ഒരാളുടെ ഒരു മനുഷ്യരെ അവയവ കട്ടായിട്ടുണ്ട്, ആ കട്ടായതിലെ ആ അവയവത്തെ എന്ത് ചെയ്യണമെന്നായിരിക്കും ഒരു ചോദ്യം. ഒരാളുടെ ഹയാത്ത് കാലഘട്ടത്തിൽ ഒരു അവയവ കട്ടായിട്ട് എങ്കിൽ ആ അവയവത്തെ അവനക്ക് എന്താക്കണം, അതിനെ എവിടെയെങ്കിലും മരം മാടല അവനക്ക് സുന്നത്തായിരിക്കും, സുന്നത്ത് മാത്രമായിരിക്കും. തുസന്നു മുവാറാത്തു
കുല്ലി മൻഫസല മിൻ ഹയ്യിൻ, പിന്നെ ഹയാത്തുള്ളവനിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു അവയവ പിന്നെ വിട്ടുപിരിഞ്ഞിട്ടായെങ്കിൽ അതിനെ പിന്നെ മരമാടൽ സുന്നത്തായിട്ടിക്കട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി തൻ്റെ തുഹ്ഫത്തിൽ ഈ കാര്യം വ്യക്തമാക്കരുത്. വലോ മാ യുഖ്തൗലിൽ ഖിതാനി, അത് സുന്നത്ത് കർമ്മ കഴിഞ്ഞിട്ട് എടുത്തതായ ആ ചെറിയൊരു ഭാഗം ഉണ്ടല്ലേ, സുന്നത്താക്കി മക്കളെ സുന്നത്താക്കിയിട്ട് അതിലും പോലും മരമാടണം. അപ്പോൾ ഒരാളുടെ അവയവ മുറിക്കപ്പെട്ടിട്ട്, ചിലപ്പോൾ ഷുഗറിൽ യാറായപ്പോൾ കൈ മുറിക്കപ്പെട്ടു, കാൽ കട്ടാക്ക ചൊല്ലർ, വിരൽ കട്ടാക്ക ചൊല്ലർ, ഇതിലെന്താക്കണം അതിനെ എവിടെയെങ്കിലും എന്താക്കണം മരമാടണം. അത്രേ നാളെ ഉಗುರು, നാളെ മുടി, അതെല്ലാം മരമാടൽ നമുക്ക് പ്രത്യേകിച്ച് സുന്നത്തായിട്ട് കിട്ടും. അതിലെ പിന്നെ ചില ആൾമാർ തണ്ടാസിന് കുരിക്കല ഇടാറ്, അത് ഇടമാട്ട് നമുക്ക് വേറൊന്നും മാർഗില്ലുണ്ടെങ്കിൽ ഇടണം. അവിടെ വേറെ എന്താക്കടേ, അത് ഹറാമെന്താവല്ല. ഇതിപ്പോൾ പിന്നെ മണ്ണിൽ പൂത്തകു നമുക്ക് ഇവിടെ മണ്ണ് കിട്ടില്ല, ഇപ്പം എല്ലാം ഫ്ലാറ്റ് വ്യവസ്ഥ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ പിന്നെ ആദ്യം പിന്നെ ഏത് നിലക്കെങ്കിലും മരമാടണമല്ലേ, അതൊക്കെ തണ്ടാസിന് കുടുക്കിയിട, അത് ഹറാമെന്ന് പറയില്ല. അതേ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ മുടിയെല്ലാം ഭാരി ജാഗ്രതാക്കണം. പെണ്ണുങ്ങളിൽ നിന്ന് പിറ്റുപിരിയ ഏതൊരവയും പിന്നെ അത് ആണിങ്ങ കാണോ തീരല്ലേ. അപ്പോൾ പെണ്ണിങ്ങ ആ വിഷയത്തിൽ ഭാരി ജാഗ്രത ഗോപ്യമായിട്ട് അത് എവിടെയെങ്കിലും കൂത്തണോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് കവറാക്കിയിട്ട് എവിടെയെങ്കിലും അതിൽ എരിയണം. ഇനി പിന്നെ മരിച്ചാൽ പിന്നെ ഒരാളുടെ അവയവത്തെ വിട്ടുപിരിഞ്ഞിട്ടായെങ്കിൽ എന്താക്കണോ, വലോ ഉചിത പിന്നെ വലോ ഉചിത ജുസ് മുസ്ലിമിൻ ഉലിമ മൗത്തുഹു ഉസില വ സുത്തിറ വ സുല്ലി അലൈഹി വദുഫിന ഉജൂബൻ. ഒരാളുടെ മരണശേഷം ഒരു അവയവം നമുക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ആ അവയവത്തെ അയാളുടെ മൗത്ത് ഉറപ്പിച്ചിട്ടുണ്ടായെങ്കിൽ, അയാൾ അവയവം മാത്രം കിട്ടി, അയാളുടെ കൈ മാത്രം കിട്ടി, കാൽ മാത്രം കിട്ടി, ഡെഡ് ബോഡിയോടുണ്ട് കൊന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ അയാളുടെ ആ അവയവത്തെ, അത് കൈ ആ കാലിൻ്റെ അതിൽ കൽകണം, അതിനെ കഫൻ ചെയ്യണം. കഫൻ ചെയ്യണമെങ്കിൽ ഒരു തുണി കൊണ്ട് അതിനെ പൊതിഞ്ഞെമ്മയോടും, അതുപോലെ അതിനെ മേൽ നിസ്കരിക്കണം എന്ന് മാത്രമല്ല അതിനെ ഇതാക്കും നിർബന്ധമായിട്ടും മരമാടണം. ഇതെല്ലാം ഹുക്കും സാധാരണ ഓരോ മെയ്യത്തിൽ എന്തെല്ലാം വിധിവിധാനം കൊണ്ട് അതെല്ലാം നമ്മൾ പാലിക്കണം. എന്നിട്ട് ഈ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി ചൊല്ലുക, കൽ മുസ്ലിമി ഫി ദാലിക മജ്ഹൂലുൽ ഹാലി ബിദാരിന ലിയന്നൽ ഗാലിബ ഫിഹൽ ഇസ്ലാം. ഇതുപോലെ മായിട്ടിക്കട് ഒരു അവയവ കിട്ടി, നമുക്ക് ഒരു കൈ കിട്ടി, അത് ആരുണ്ട് കൊന്നില്ല, മുസ്ലിമിടതാ അല്ലെങ്കിൽ കാഫിറതാന്ന് കൊന്നില്ല എങ്കിൽ അതിലെന്തൊരു ഹുക്കുമോ, അതിലെ ഹുക്കുമോ അതിലെ പിന്നെ മുസ്ലിമിനെ പോലെ വയ്ക്കുക. കൽ മുസ്ലിം ഫീദാലിക്ക പിന്നെ മജ്ഹൂൽ ഹാലി, അത് കാഫിറത മുസ്ലിമാണ് കൊന്നിലുണ്ടായെങ്കിൽ എന്താക്കണം. അപ്പോൾ അതിലെ ബഹുമാനപ്പെട്ട ഷർവാനി ഇപ്പോൾ വിവരിച്ച് ചെല്ലുമിന് അന്നഹു ഇൻകാന ഫിഹ മുസ്ലിമുൻ ഫ മുസ്ലിമുൻ ഇല്ല ഫ കാഫിറുൻ. ആ പ്രദേശത്തിൽ പിന്നെ ജീവിക്കുന്ന ആൾമാർ യാറ മുസ്ലിമിങ്ങായിട്ടായിട്ടെങ്കിൽ ആ കൈ മുസ്ലിമോട് വിചാരിച്ചിട്ട് അതിലെ നേരത്തെ ചെന്നതുപോലെ എന്താക്കടെ അതിലെ കലകിട്ട് അതിലെ കഫൻ ചെയ്തിട്ട് അതിലെ പിന്നെ നിസ്കരി പാടിയിട്ട് എന്താക്കും ദഫൻ ചെയ്യണം. യാർ ആ പ്രദേശത്ത് മുസ്ലിമിങ്ങൾ ജീവിക്കുന്നതുണ്ടായെങ്കിൽ അഥവാ മുസ്ലിം നാടായെങ്കിൽ, ഇന്ന് കാഫിരിങ്ങനെ നാടാണ്, മുസ്ലിമിങ്ങനെ കിടക്ക് ജീവിച്ചുകൊണ്ടുള്ളവരുണ്ടായെങ്കിൽ നമുക്ക് അതിനെന്താക്കാം വേണമെങ്കിൽ കാഫിറതിന് വെച്ചിട്ട് അത് ഞങ്ങൾക്ക് പൂത്തിയെങ്കിൽ മെയ്യാവിടും. ഇങ്ങനായിട്ടേക്കത് ആ വിഷയത്തിലുള്ള മസാല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീൻ്റെ വിഷയം ഉള്ളതുപോലെ മനസ്സിലാക്കുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആഫത്ത് മുസീബത്തൊട്ട് അള്ളാഹു നാളെ കുടുംബത്തെ കാക്കട്ടെ. ആമീൻ ബിഫദ്ലി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.